പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് എളിയദാസനെ അനുവദിച്ചതിനോർത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും സംഭവിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തു നിന്നും ഒരു സഹോദരി എന്നെ വിളിച്ചതിനെ ആസ്പദമാക്കിയാണ്. അതുകൊണ്ട് അതിനകത്ത് വലിയ ആശയം ആ സഹോദരിയുടെ സംസാരത്തിലും ആ സഹോദരി സംസാരിച്ച വിഷയത്തിലും വലിയ അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ട്. വലിയ ഒരു ആത്മീയ രഹസ്യം അതിനകത്തുണ്ട്. വലിയൊരു സത്യം അതിനകത്ത് നിഗൂഢമായിട്ട് അവലംബിച്ചിട്ടുണ്ട്. അത് എന്നോട് പറയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും വെച്ച് ഏതാണ്ട് 3-3.5 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അതിന് 300-350 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം, ഒരു പോയിൻ്റ്, ഒരു ആശയം, ഒരു യാഥാർത്ഥ്യം നിങ്ങളെ അറിയിക്കാൻ ഈ വീഡിയോ ഉപയോഗിക്കുകയാണ്. അതിൻ്റെ സത്യം ഇതാണ്. അത് സഹോദരി വിളിച്ചപ്പോൾ സംസാരിച്ചിങ്ങനെയാണ്. 25 വർഷമായി ആ സഹോദരി ഒരു ഹൈന്ദവ സഹോദരിയാണ്. ആ ഹൈന്ദവ സഹോദരി 25 വർഷമായിട്ട് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുകയും പൂജിക്കുകയും ബഹുമാനിക്കുകയും യേശുക്രിസ്തുവാണ് ഏക സത്യ ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ആശ്രയിച്ച് അത് മനസ്സിലാക്കി അതോടുകൂടി പ്രാർത്ഥിച്ച് അങ്ങനെ ആ സഹോദരി ഒരു ധ്യാനം കേരളത്തിൽ വന്ന് കൂടി. അവർക്ക് കുറച്ച് ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ അറിയത്തുള്ളൂ, മലയാളം കുറച്ച് അറിയാമെങ്കിലും ഓക്കെ അതൊക്കെ കേട്ട് അവർ മലയാള ധ്യാനം വന്ന് കൂടി. തുടർന്ന് വീണ്ടും പല ധ്യാനങ്ങൾ കൂടി. അങ്ങനെ യേശുവിൻ്റെ ഒരു സാമീപ്യവും സാന്നിധ്യവും ജ്ഞാനവും ആ സഹോദരിക്ക് അവരുടെ ഹൃദയത്തിലേക്ക് പകർന്ന് യേശു കൊടുത്തു. അങ്ങനെ അവർ പലപ്പോഴായിട്ട് യേശുവിൻ്റെ ദർശനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കാണാൻ തുടങ്ങി. അതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാൻ, അങ്ങനെ വചനം വായിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ഇന്ന് 25 വർഷമായിട്ട് സർവശക്തനായ യേശു ക്രിസ്തുവാണ് ഏക സത്യ ദൈവമെന്ന് അവർ അവരുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കി അവരിന്ന് അങ്ങോട്ട് പ്രഘോഷിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ എൻ്റെ ക്ലാസ് കേട്ടപ്പോൾ അവർ പറയുമായിരുന്നു, ബ്രദറെ പത്തിൻ്റെ ക്ലാസ് കേൾക്കാറുണ്ട്, സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്, യേശുവിൻ്റെ വരനെക്കുറിച്ച് അറിയാൻ ഒത്തിരി ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് ആ സഹോദരി സംസാരിക്കണ്ടായി. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഞാൻ തന്നെ നിങ്ങളുടെ കാര്യം പറയുകയാണ്. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച മനുഷ്യനാണ്. എനിക്കിപ്പോൾ 63 വയസ്സുണ്ട്. പക്ഷേ ഈ 63 വയസ്സിൽ അതിൻ്റെ 16 വർഷമായിട്ട് 16 വർഷമേ ആയിട്ടുള്ളൂ. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏകസത്യ ദൈവമായ യേശു ക്രിസ്തുവാണ്. മനുഷ്യരക്ഷയ്ക്ക് ഭൂമിയിൽ വന്ന ഏകദൈവം യേശു ക്രിസ്തുവാണ്. മനുഷ്യകുലം ചെയ്ത പാപത്തിൻ്റെയും തിന്മയുടെയും അനന്തരഫലം, അതിൻ്റെ ഫലം അല്ലെങ്കിൽ അതിൻ്റെ പരിണിതഫലം അല്ലെങ്കിൽ അതിൻ്റെ പരിഹാര പ്രവൃത്തി സ്വന്തം ശരീരത്തിൽ രക്തം ചിന്തി മരിച്ച് അടക്കപ്പെടാൻ വേണ്ടി മറ്റുള്ളവരെ നിന്ന സഹിച്ച് മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിച്ച ഒരേ ഒരു യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിലാണ് ആശ്രയിക്കുകയും വിശ്വസിക്കുകയും വിശുദ്ധീകരിക്കാൻ നമ്മളെ ഉപകരിക്കുന്ന തിരുവത്തം എന്നൊക്കെ മനസ്സിലാക്കി ക്രിസ്തുവിൽ ആഴപ്പെട്ടത് 16 വർഷമായിട്ടുള്ള ഞാൻ. എന്നാൽ എന്നേക്കാൾ മുമ്പ് 25 വർഷം 30 വർഷമൊക്കെ ആയിട്ട് അക്രൈസ്തവരായ പല വ്യക്തികളും, അവർക്ക് ആർക്കും തുറന്ന് പറയാനുള്ള ധൈര്യമോ അല്ലെങ്കിൽ സാഹചര്യമോ പശ്ചാത്തലമോ ഇല്ല. പക്ഷെ അവർ നിഗൂഢമായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അവർ സർവശക്തനായ യേശു ക്രിസ്തുവിനെ, ആ യേശു ക്രിസ്തു വരുമെന്നും ക്രിസ്തുവാണ് ദൈവമെന്നും ഞാൻ യേശു വിശ്വസിക്കുന്നു അക്രൈസ്തവർ പോലും വിശ്വസിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നിപ്പോയി. എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയി. കാരണം ഞാൻ 16 വർഷമായിട്ടുള്ളൂ. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച മനുഷ്യനാണ്. ഒരു 2011 ആദ്യമായിട്ട് ശരിയായ വചനത്തിൽ കൂടെ യേശു ക്രിസ്തുവിനെ അറിയാൻ തുടങ്ങി. അതിനുശേഷം വീണ്ടും ധ്യാനം കൂടുകയും വീണ്ടും പല ധ്യാനങ്ങൾ കൂടുകയും പിന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ആ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപവാസവും പ്രാർത്ഥനകളും മറ്റ് ലോകത്തിലെ ജഡമോഹങ്ങളെല്ലാം മാറ്റിവെക്കുകയും അങ്ങനെ ഒരുപാട് ക്രമീകരണങ്ങൾ വ്യക്തിപരമായിട്ട് ചെയ്യുകയും ചെയ്തപ്പോഴാണ് ശരിയായ യേശു ക്രിസ്തുവിൻ്റെ ദർശനങ്ങളും വ്യാഖ്യാനങ്ങളും നിഗൂഢാർത്ഥങ്ങളും അറിവും അതീന്ദ്രിയ ജ്ഞാനതലങ്ങളും പ്രവാചകപരവും പ്രബോധനപരവും ഒക്കെ കർത്താവ് എനിക്ക് തന്നത്. അപ്പോൾ ഈ ചുരുങ്ങിയ കാലമേ ഞാനായിട്ടുള്ളൂ. പക്ഷേ എന്നേക്കാൾ അക്രൈസ്തവർ എത്രയോ മഹത്വമായിട്ട് എത്രയോ വ്യക്തമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് എന്നോട് തന്നെ വിഷമം തോന്നി. അപ്പം ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയ കത്തോലിക്ക വിശ്വാസികളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, കത്തോലിക്ക സഭയും ക്രിസ്ത്യാനികളും ആദ്യം മനസ്സിലാക്കേണ്ടത്, ക്രിസ്ത്യാനികളെക്കാൾ ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന അനേകം അക്രൈസ്തവർ സഭയ്ക്ക് പുറത്തുണ്ട്.
അതിലൊരു സഹോദരിയാണിത്. അപ്പോൾ ഇവിടെ എന്താണ് ആ സഹോദരി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആ യേശുവാണ് സത്യം എന്ന് വിശ്വസിക്കുമ്പോൾ അവരത് ഏറ്റു പറയുമ്പോൾ, ഇങ്ങനെ ചില സാഹചര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ക്രിസ്ത്യാനികളുടെ മാത്രം സ്വന്തമായ ഒരു ക്രിസ്തുവാണോ യേശു ക്രിസ്തു? യേശു ക്രിസ്തു എന്ന എല്ലാ മർത്യർക്കും വേണ്ടി ഉള്ള ഒരു ദൈവമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിനെപ്പറ്റി എന്തു പറയുന്നു നമുക്ക് ഒരു വചന രൂപത്തിൽ അതിനെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. കൊളോസ്സോസിലേക്ക് എടുത്ത ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം അവിടെ ഇങ്ങനെ കാണുകയാണ്. കൊളോസ്സോസാർക്ക് എടുത്ത ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞ ഒരു നിഗൂഢാർത്ഥം നമ്മൾ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇത് ഞാൻ ആദ്യം ഇപ്പം ഒന്നുകൂടി പറയുകയാണ്. ഈ ക്ലാസ് എല്ലാ അക്രൈസ്തവർക്കും വേണ്ടിയിട്ടാണ്, ഈ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് അല്ല ഈ വീഡിയോ. അതാണ് ആദ്യം പറഞ്ഞൊരു പ്രത്യേക വീഡിയോ ആണ്. ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ കണ്ടില്ലെങ്കിലും എനിക്ക് പരാതിയില്ല, കേട്ടില്ലെങ്കിലും പരാതിയില്ല. പക്ഷേ ഇത് അക്രൈസ്തവരായ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അത് ക്രിസ്ത്യാനികളല്ലാത്ത മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് ഇടുന്നത്. അവിടെ ഇങ്ങനെ ഒരു പ്രത്യേക പോയിന്റ് കർത്താവ് എഴുതി വെച്ച് പറയാണ്. ഇങ്ങനെയാണ് പറയുന്നത്: പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോട് കൂടി നിഷ്കാസനം ചെയ്യും, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുകയും. ഇനി ഇവിടെ പറയുന്ന കാര്യമാണ് നമ്മൾ അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടത്. അവിടെ അവർക്കും കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഇതാണ്. അതായത് യേശു ക്രിസ്തു രണ്ടാമത്തെ വരവിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് അക്രൈസ്തവരാണെങ്കിലും അവർക്ക് എങ്ങനെയാണ് രക്ഷ നൽകുന്നത് എന്നതിനെ പറ്റി കർത്താവ് പറയാണ്. അതിങ്ങനെയാണ് പറയുന്നത്: ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദനെന്നോ അപരിച്ഛേദനെന്നോ അപരിഷ്കൃതനെന്നോ സ്ഥിതീയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. പ്രിയ സഹോദരനെ, ഇവിടെ അക്രൈസ്തവരായിട്ടുള്ളവരോട് എനിക്ക് ആഹ്വാനം ചെയ്യാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ മാമോദിസ മുങ്ങാൻ ഓടി നടക്കേണ്ട ആവശ്യമില്ല. കത്തോലിക്ക സഭയിലെ അംഗത്തിനു വേണ്ടി നിങ്ങൾ ഓടി നടക്കേണ്ട ആവശ്യമില്ല. വിശുദ്ധ കുർബാന നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ചില കാര്യമുണ്ട്. നമ്മുടെ സഭയിൽ അംഗമല്ലാത്തതുകൊണ്ട് പറ്റില്ല. വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അക്രൈസ്തവ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ മറ്റ് യഹൂദന്മാരോ ഇനി ദൈവവിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളോ മറ്റേ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലെ ആൾക്കാരോ ആരുമായിക്കൊള്ളട്ടെ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന യഹൂദനോ ആരുമായിക്കൊള്ളട്ടെ, അവരാകെപ്പാടെ ചെയ്യേണ്ട കാര്യം ഇതേ ഉള്ളൂ: കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങാണ് യഥാർത്ഥ സത്യദൈവമെന്ന്, അങ്ങ് കുരിശിൽ തൂങ്ങി മരിച്ചു എന്ന അടയാളം ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ജനങ്ങൾക്ക് വേണ്ടി പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ തൂങ്ങി മരിക്കുകയും പീഡ സഹിച്ച് മരിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവാണ് ഏക സത്യദൈവമെന്നും യേശു ക്രിസ്തുവാണ് വീണ്ടും വന്ന് മനുഷ്യകുലത്തെ രക്ഷിക്കുന്നതെന്നും വീണ്ടും വിശുദ്ധിയോടെ യേശുവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ നിത്യമഹത്വത്തിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നതും യേശു ക്രിസ്തുവാണെന്ന് ഞങ്ങൾ ഉറച്ച ഹൃദയത്തിൽ വിശ്വസിക്കുന്നു എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരീകരിക്കുക. അതൊന്ന് ഹൃദയത്തിൽ ആലേഖനം ചെയ്യുക. അതൊന്ന് എടുത്ത് മനസ്സിൽ ആവർത്തിച്ച് പറയുക: യേശു ക്രിസ്തുവാണ് ഏക സത്യദൈവം, യേശു ക്രിസ്തുവാണ് മനുഷ്യകുലത്തെ രക്ഷിച്ചത്, യേശു ക്രിസ്തുവാണ് കുരിശിൽ തൂക്കപ്പെട്ടത്, പീഡ സഹിച്ചത്, മരിച്ചു, ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് എഴുന്നേറ്റ് ഇനി വീണ്ടും വരുന്ന യേശു ക്രിസ്തുവാണ്. ഈ ഒരു സത്യം ഏത് അക്രൈസ്തവൻ ഹൃദയത്തിലേറ്റു പറഞ്ഞാലും അതരത്തിലേറ്റു പറഞ്ഞാലും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്താലും ആ അക്രൈസ്തവർ ആരുമായിക്കോട്ടെ അവർക്ക് നിത്യരക്ഷ ഉണ്ട്. അപ്പോൾ മറ്റു ചില ചോദിക്കും, പന്തക്കുസ്തക്കാരൊക്കെ വന്നിട്ട് അവരെ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങുന്നു, അവരിലെ സഭയുടെ അംഗത്വം കൊടുക്കുന്നു, അവരെ കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങനെയുള്ളവർക്കല്ലേ രക്ഷയുള്ളൂ. അവരുടെ കത്തോലിക്ക സഭയിലെ അംഗത്വം എനിക്കില്ലല്ലോ, ഞാൻ ക്രിസ്ത്യാനി അല്ലല്ലോ, എനിക്ക് വിശുദ്ധ കുർബാനയും കുമ്പസാരവും ഒന്നും ഇല്ലല്ലോ, അപ്പോൾ എനിക്ക് നിത്യരക്ഷയുണ്ടോ? എനിക്കില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പലരും ഉണ്ടാകും. ഇനി അവർക്ക് വേണ്ടി ഒരു വചനോട് പറഞ്ഞ ശേഷം അതിനടുത്ത വശത്തിലേക്ക് വരാം. അത് ജെറമ്യാ പറയുന്ന പുസ്തകം 32-ാം അധ്യായം 27-ാം തിരുവചനമാണ്. ആ 27-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ എഴുതി വെക്കുകയാണ്: അപ്പോൾ കർത്താവ് ജെറമ്യായോട് അരുളി ചെയ്തു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ജെറമ്യാ പറയുന്ന പുസ്തകം 32-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ സർവ്വശക്തനായ അപ്പോൾ കർത്താവ് ജെറമ്യായോട് അരുളി ചെയ്തു, ഞാൻ സകല മർത്യരുടെയും എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകല മർത്യരുടെയും
ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയ സഹോദരൻ, ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞാൻ ക്രിസ്ത്യാനിയല്ല, അതുകൊണ്ട് എനിക്ക് രക്ഷയില്ല. ഞാൻ യഹൂദനാണ്, അതുകൊണ്ട് എനിക്ക് രക്ഷയില്ല. ഞാനൊരു മുസ്ലിം സഹോദരൻ, എനിക്ക് രക്ഷയില്ല. ഹിന്ദുവാണ്, രക്ഷയില്ല. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവാണ് ഏകസത്യദൈവമെന്നും ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ ഭൂമിയിൽ വന്ന ഏകസത്യദൈവം യേശുവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതിനെ കൊണ്ട് ഏറ്റുപറയാൻ പറ്റുകയും ഏറ്റുപറയുകയും ചെയ്താൽ അവന് നിത്യരക്ഷയുണ്ട്, അവർക്ക് നിത്യജീവനുണ്ട്, അവർക്ക് നിത്യമഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം അനുവദിക്കും. ഇനി അതിനെ തന്നെ വളരെ വ്യക്തമായ മറ്റൊരു ഭാഷയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3 വചനം പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന ഒരു 3 വചനം ഇങ്ങനെയാണ്. അതിങ്ങനെയാണ്. ഒന്നാമത്തെ വചനം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. 1. 2, എന്നെയും എൻ്റെ പിതാവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. 3, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന നിത്യജീവനുണ്ട്. അത് സുവിശേഷത്തിൽ, ഇത് സുവിശേഷം പഴയ നിയമത്തിൽ മാത്രമല്ല, സുവിശേഷത്തിൽ കൂടി ഞാൻ നിങ്ങൾക്ക് ഈ വചനം പകർന്നു തരികയാണ്. അക്രൈസ്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്, ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല. അത് ക്രിസ്ത്യാനി കേട്ടോ വിചാരിച്ച് കുഴപ്പമില്ല. പക്ഷേ അക്രൈസ്തവരായി ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏതൊരു അക്രൈസ്തവനും ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഏതൊരു അക്രൈസ്തവരായ വ്യക്തിക്കും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ആഗതമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നിത്യരക്ഷയും നിത്യജീവനും ഉണ്ട് എന്ന് തെളിയിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിലെ വചനമാണ്, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അങ്ങനെ വചനമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-ാം ദിനം, ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ അറിവിൻ്റെ തലം എന്ന് പറയുമ്പോൾ എന്താണ്? എന്നെയും എൻ്റെ പിതാവിനെയും അറിയുക എന്നാണ് നിത്യജീവൻ. അപ്പോൾ അവിടെ എന്നെയും എൻ്റെ പിതാവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ എന്ന് പറയുമ്പോൾ അവിടെ സഭയ്ക്ക് പ്രാധാന്യമില്ല, അവിടെ കൂതാശികൾക്ക് പ്രാധാന്യമില്ല, അവിടെ കുമ്പസാരത്തിന് കുർബാനയ്ക്ക് പ്രാധാന്യമില്ല, അവിടെ ജ്ഞാനസ്നാനത്തിന് പ്രാധാന്യമില്ല, ഒന്നുമില്ല. അതിൻ്റെ ഒരു തലം ഇതാണ്. അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ്. അറിവിൻ്റെ തലം എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ്, ശാസ്ത്രമാണ്, ശാസ്ത്രീയമാണ്, ടെക്നോളജിയാണ്. അപ്പോൾ അവൻ എങ്ങനെയാണ് ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ അവൻ അറിയേണ്ടത് എന്ന് കർത്താവ് പറയുന്ന വചനമാണിത്. ഇതിനകത്ത് നിഗൂഢ അർത്ഥം എന്ന് പറയുന്നത് എല്ലാവിധ ടെക്നോളജികളും, പ്രത്യേകിച്ച് കറണ്ട്, റോഡ്, വീട്, വണ്ടി, ഗ്യാസ്, ഇൻ്റർനെറ്റ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ശാസ്ത്ര, ഫാന്, ബൾബ്, പിന്നെ ടെക്നിക്കൽ കോളേജിൽ നിന്ന് ആദ്യ ലോകത്ത് കാണുന്ന ട്രെയിന്, വിമാനം, കപ്പൽ, യന്ത്രോപകരണങ്ങൾ, ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ എല്ലാം കർത്താവിനെ അറിയാനുള്ള ഉപകരണമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ആ അറിവിൽ കൂടെ എല്ലാം ചെന്ന്, അല്ലെങ്കിൽ അറിവില്ലെങ്കിലും ആ അറിവിനപ്പുറത്തേക്ക് സർവശക്തനായ യേശു ക്രിസ്തുവാണ്, ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ്, ഏക സത്യദൈവമായ യേശു ക്രിസ്തുവാണ് സത്യദൈവമെന്ന് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട്. എല്ലാ ടെക്നോളജികളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ ഒരു സുവിശേഷം പുസ്തകം വായിക്കുക, ഒരു ബൈബിൾ വാങ്ങി ഏതൊരു അക്രൈസ്തവനും അവിടെ ഇരുന്നിട്ട് യോഹന്നാൻ 17-ാം അധ്യായം 3-ാം തിരുവചനം വായിച്ച് പഠിച്ചിട്ട് പറയണം, ഞാനൊരു അക്രൈസ്തവനാണ്, കർത്താവായ യേശുവെ ഏക സത്യതയമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ അറിവൊന്നുമില്ലെങ്കിലും അറിവിൻ്റെ അപ്പുറത്തേക്ക് ഏകസത്യതമായ യേശു ക്രിസ്തുവാണ് ഏകസത്യതയെന്ന് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും അതിനെ അതിനെ കൊണ്ട് ഹൃദയത്തിൽ 10 പ്രാവശ്യം ഏറ്റു പറയുകയും ചെയ്താൽ അവർ മുറിക്കാത്ത ആരും കേൾക്കാതെന്ന് പറഞ്ഞാലും അവർക്ക് നിത്യജീവനുണ്ട് എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ എന്താണ് മറ്റൊരു സ്ഥലത്ത് പറയുന്നത്, ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഈ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത് ഞാൻ അത് ഇതിനകത്തോട്ട് ഞാൻ നോക്കിയിട്ട് പറയാൻ പറയട്ടെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്. അപ്പോൾ അത് അവിടെ വിശ്വസിക്കുന്ന യഹൂദൻ വിശ്വസിക്കണമെന്നോ, ക്രിസ്ത്യാനി വിശ്വസിക്കണമെന്നോ, അക്രൈസ്തവരായ ഹിന്ദുക്കൾ വിശ്വസിക്കണമെന്നോ, മുസ്ലിം സഭകൾ വിശ്വസിക്കണമെന്നോ, അല്ലെങ്കിൽ നിരീശ്വരവാദി വിശ്വസിക്കണമെന്നോ ഒന്നും പറയത്തില്ല. ആർക്കും യേശു ക്രിസ്തു വിശ്വസിക്കാം. അതിന് പറഞ്ഞേ, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ വിശ്വാസത്തിന് ഒരു തലം എന്ന് പറയുന്നതിന് അതിന് രണ്ട് ചില അർത്ഥങ്ങളുണ്ട്. അതുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാവും. വെറുതെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാന്ന് പറഞ്ഞ് വിശ്വസിച്ചാൽ പോരാ. പിന്നെ എന്താ വിശ്വസിക്കേണ്ടത്? അതായത് തെങ്ങ്, തേങ്ങ, കൊപ്ര, എണ്ണ എന്നതുപോലെ 4 സ്റ്റെപ്പ് കിടക്കണം. വിശ്വാസം, അടുത്തത് വിശുദ്ധീകരണം, രൂപാന്തരീകരണം, ഫലം എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങ്, തേങ്ങ, കൊപ്ര, എണ്ണ 4 സ്റ്റെപ്പ് കിടക്കുമ്പോഴാണ് നമുക്ക് എണ്ണ ലഭിക്കുന്നത്. അല്ല ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് തെങ്ങിൻ്റെ ചുറ്റി നമുക്ക് എണ്ണ ലഭിക്കില്ല. എന്നതുപോലെ വിശ്വാസം, വിശുദ്ധി മനസ്സും ശരീരത്തിൽ ആത്മാവിൽ രൂപാന്തരണം, യേശുവിന് വേണ്ടി ശരീരം എല്ലാം
യേശുവിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു രൂപാന്തരം ഉണ്ടാകണം. അത് ഫലം ചോടണം. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ 1 രൂപയെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് കൊണ്ട് കൊടുക്കുന്ന ഒരു പദ്ധതി, അത് ജാതി മത വർണ്ണവർക്കും ഒന്നും വേണ്ടിയാണ് യേശുവിൻ്റെ നാമത്തിൽ കൊടുക്കണം. ഞാൻ വിശ്വസിക്കുന്ന മതത്തിലെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടുത്താൽ പോരാ. ഇപ്പം ഞാനൊരു ഹൈന്ദവ സഹോദരനാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ ഹൈന്ദവ മതത്തിലെ ഒരു ദൈവമാണെങ്കിൽ ആ മതത്തിൻ്റെ ആ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടുത്തിട്ട് കാര്യമില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ 1 രൂപ ഒരു അനാഥനോ ദരിദ്രനോ വിധവയ്ക്ക് കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കണം. അപ്പം മഹത്വം ആർക്ക് കൊടുക്കണം? യേശു ക്രിസ്തുവിന് കൊടുക്കണം. അതാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അങ്ങനെ 3-4 ഘട്ടം പിന്നിട്ട് ഒരു വ്യക്തി യേശുവിൻ്റെ ആത്മീയ തലത്തിൽ രൂപാന്തരപ്പെട്ട് യേശുവിൽ 100% വിശ്വസിക്കുന്നതിനാണ് എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആർക്കും വിശ്വസിക്കാം. അതുകൊണ്ടാണ് കൊളോസ്യർക്കെതിരെ ആദ്യം ഞാൻ പറഞ്ഞത്, പരിച്ഛേദനെന്നോ അപരിച്ഛേദനെന്നോ പരിഷ്കൃതനെന്നോ അപരിഷ്കൃതനെന്നോ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ ക്രിസ്ത്യാനിയെന്നോ അവിശ്വാസിയെന്നോ നിരീശ്വരവാദിയെന്നോ ഒരു കണക്കും ഇല്ല. ഏത് വ്യക്തി, ഭൂമിയിൽ ഇന്ന് 800 കോടി ജനം ഉണ്ടെങ്കിൽ ആ 800 കോടി ജനത്തിലെ ഏതൊരു വ്യക്തിക്കും അവിടെ ജാതി മത വർണ്ണവർക്കും ഒന്നുമില്ല. കർത്താവായ യേശു ക്രിസ്തുവാണ് ഏക സത്യദൈവം. യേശു ക്രിസ്തുവാണ് മനുഷ്യൻ രക്ഷിക്കാണ്ട് ഭൂമിയിലേക്ക് വന്നത്. യേശു ക്രിസ്തുവാണ് ക്രൂശീകരിക്കപ്പെട്ട് മനുഷ്യരുടെ പാവങ്ങൾ ഏറ്റെടുത്തത്. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു മരിച്ചത്. ആ യേശു ക്രിസ്തു വീണ്ടും വരും. ആ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എന്നെയും യേശു ക്രിസ്തു നിത്യജീവനിലേക്ക് കൊണ്ടുപോകുമെന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. പിന്നെ അതിൽ തന്നെ എന്നാൽ ഞാനൊന്ന് ജ്ഞാനസ്നാനപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഞാൻ പന്തക്കുസ്തായി പോയേക്കാം, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയേക്കാം, എന്നിട്ട് അവരുടെ കൂതാശകളൊക്കെ സ്വീകരിച്ചേക്കാം എന്ന് വിചാരിച്ച് അതിനായിട്ട് മെനക്കെട്ട് ശക്തിയോടെ വരാൻ പറ്റുന്നവർക്ക് വരാം, വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. അത് കർത്താവ് പറഞ്ഞിങ്ങനെയാണ്. എന്താ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? എന്നെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, എന്നെയും എൻ്റെ പിതാവിനെയും അറിയുക എന്നതാണ് നിത്യവൻ. അതാണ് ഇപ്പം പറഞ്ഞ വചനം നിങ്ങൾ വായിച്ചില്ലേ? 12:17-3 ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യവൻ. അവിടെ നിത്യജീവൻ കിട്ടും. അപ്പോൾ ഇനി അടുത്തതാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുന്ന നിത്യജീവനുണ്ട്. അതിന് വചനമുണ്ട്, ഇതിനെ തന്നെയുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. അപ്പോൾ അതാണ് ക്രിസ്ത്യാനികൾക്കുള്ളത്. അപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു, ഞാൻ മാംസം സ്വീകരിച്ചു, ഞാൻ കുമ്പസാരിച്ചു, പരിശുദ്ധ സ്വീകരിച്ചെന്ന് യേശു ക്രിസ്തുവിനെ തിരിച്ചൊരു തിരുത്വം എനിക്ക് നിത്യജീവനായിട്ട് കിട്ടാൻ വേണ്ടി ഞാനത് വിശ്വസിക്കുകയും അത് പരിശുദ്ധ കുർബാനയൊക്കെ നമ്മൾ ആഴപ്പെടുകയും ചെയ്ത് അതോട് ചേർന്ന് നിൽക്കുന്നത്. അത് ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകമായിട്ട് ദൈവം ഒരു പരിഗണന തന്നതേ ഉള്ളൂ. അല്ലാതെ കർത്താവ് മറ്റുള്ള. അതുകൊണ്ടാണ് ചുങ്കക്കാരും വേശ്യകളും നിങ്ങൾക്ക് പിന്നെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും, രാജ്യത്തിൻ്റെ മക്കളായിട്ട് പുറത്തെടുപ്പ് പറഞ്ഞത്. അപ്പോൾ ഈ ലോകത്ത് ക്രിസ്തുവിനെ അറിയാതെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് മറ്റൊരു സുപ്രഭാതത്തിൽ ദൈവമേ ഞാൻ ചെയ്ത് തെറ്റിപ്പോയി, ഞാൻ ഇത്രയും കാലം അശുദ്ധമായ മേഖലയിൽ കൂടെ നടന്നു, അതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, സകല പാപത്തിൻ തിന്മയും യേശുവിൻ്റെ നാമത്തിൽ വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഏതൊരുവനും രക്ഷയുണ്ട്. അവിടെ യാതൊരു മതമോ പരിപാടിയോ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ആ അക്രൈസ്തവ സഹോദരി എന്നെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ 25 വർഷമായിട്ട് യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. യേശു ക്രിസ്തുവാണ് ഏക സത്യദൈവമെന്ന് ഞാൻ പല രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. ഇന്നത്തെ ക്ലാസ് പ്രിയപ്പെട്ടവരെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടല്ല, അക്രൈസ്തവർക്ക് വേണ്ടിയാണ് ഈ ക്ലാസ്. ഈ ലോകത്തിലെ ഏതൊരു ക്രിസ്ത്യനുമായിക്കോട്ടെ, ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തിക്ക് കർത്താവായ യേശു ക്രിസ്തുവാണ് ഏക സത്യദൈവം. ആ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. എത്രയും ഹൃദയത്തിൽ സ്ഥിരീകരിച്ച് യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരുന്നു പ്രിയ ക്രൈസ്തവരെ, നിങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ ഒരു സംരക്ഷണവും യേശു ക്രിസ്തുവിൻ്റെ പരിഗണനയും യേശു ക്രിസ്തുവിൻ്റെ നിത്യജീവനിലേക്കുള്ള പ്രവേശനവും സുസാധ്യമാണ്. അത് കർത്താവ് നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. ഒരുപക്ഷെ കർത്താവിൻ്റെ വചനോടെ ചിന്തിക്കണം, മുമ്പന്മാർ പല്ലും ബിംബന്മാരും, ബിംബന്മാർ പല്ലും മുമ്പന്മാരും എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളൊക്കെ ഏറ്റവും മുമ്പിലാണ്, യേശുവിന് ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ഏറ്റവും മഹത്വമായ വ്യക്തികളാണ് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനികൾ ബിംബന്മാരും. ആ സമയത്ത് എൻ്റെ കർത്താവായ യേശുവെ എന്നെയും അങ്ങയുടെ രാജ്യത്തിൽ ചേർക്കണമേ എന്ന് പറഞ്ഞ് ഏതൊരു അക്രൈസ്തവനും യേശുവിൻ്റെ നാമത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയോ കരയുകയോ കൈവപ്പി കഴിഞ്ഞ് കർത്താവിൻ്റെ നേരെ യേശുവേ എന്ന് വിളിക്കുകയോ ചെയ്യുന്നവർക്ക് നിത്യരക്ഷ അവർ പെട്ടെന്ന് നിത്യജീവനിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ മുമ്പന്മാരിൽ പല ബിംബന്മാരും, ബിംബന്മാരിൽ പല മുമ്പന്മാരും ആകുമെന്ന വസ്തുതയും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ചുങ്കക്കാരും വേശ്യകളും എന്നുകൊണ്ട് പാപം ചെയ്ത് യേശുവിനെ അറിയാതെ പാപം ചെയ്തിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ പാപവും തിന്മയും നിർത്തി യേശുവെ ഞാൻ യേശുവിനെ ഓർത്ത് എല്ലാം വലിച്ചെറിയുന്നു, എൻ്റെ എല്ലാ തിന്മയും ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ ഏതൊരു വ്യക്തിക്കും ജാതി മത വർണ്ണ വർഗ്ഗം അവിടെയില്ല, അവർക്ക് നിത്യജീവനുണ്ട്, നിത്യരക്ഷയുണ്ട്. യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനായിട്ട് ഒരുങ്ങുന്ന ഈ 2033 കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേനും അനേകായിരം ക്രൈസ്തവർ, അത് ഇന്ന മതമൊന്നും ഞാൻ പറയുന്നില്ല, ക്രിസ്ത്യാനികളല്ലാത്ത ക്രിസ്തു മതത്തിന് പുറത്തുള്ള
അനേക കോടി മനുഷ്യർ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുകയും നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യുമെന്ന് ഇതിനകത്ത് ഇത് വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് കൊളോസ്യർ കർത്താവ് തന്നെ വ്യക്തമായിട്ട് പരിശുദ്ധമായി വെച്ച് ഏതാണ്ട് കൊളോസ്യർ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. കൊളോസ്യർ 3-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം കർത്താവ് ഇങ്ങനെ പറയാണ്, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യൻ ധരിക്കും. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ, അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഹിന്ദു എന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനി എന്നോ യഹൂദനെന്നോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിലെ അക്രൈസ്തവരെന്നോ അല്ലെങ്കിൽ ഈ ലോകത്തിരിക്കുന്ന ഒരു മതമില്ലാത്തവരെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. യഹൂദന് പരിച്ഛേദനോ അപരിച്ഛേദനെന്നോ സ്ഥിതിയെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസം എവിടെയില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്, എല്ലാവരുടേതുമാണ്. അല്ലാതെ കത്തോലിക്ക സഭയുടെ കക്ഷത്തി വെച്ച് നടക്കാനുള്ളൊരു ബൈബിളും കത്തോലിക്ക സഭയിലേക്ക് മാത്രം അവകാശപ്പെട്ട ക്രിസ്തു ആണെന്ന് ആരും വിശ്വസിക്കേണ്ട പ്രിയപ്പെട്ടവരെ. ഇത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു ക്രൈസ്തവനും നിത്യജീവനും നിത്യരക്ഷയുമുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് ഇങ്ങനെ ഇട്ടത്. കാരണം ആ സഹോദരി വിളിച്ചപ്പോൾ എൻ്റെ കണ്ണു തുറക്കേണ്ടി വന്നു എനിക്ക്. കാരണം ഞാൻ അത്രയും ചിന്തിച്ചിരുന്നില്ല. ഞാനും ഇടയ്ക്ക് യേശുവിനെ ആരാധിക്കുന്ന ക്രിസ്ത്യാനിലൊക്കെ ആണെന്ന് ചിന്തിച്ചത്. പക്ഷെ അതല്ല, ക്രിസ്ത്യാനികളായിട്ടുള്ളവരെക്കാൾ 10 മടങ്ങ് അതിൻ്റെ ഇരട്ടി വിശ്വാസവും വിശുദ്ധിയും യേശുവിൻ്റെ വരവിന് വേണ്ടി ഹൃദയപൂർവ്വം നോക്കിയിരിക്കുന്ന അനേകം അക്രൈസ്തവ ആളുകൾ ഈ ലോകത്തുണ്ട് എന്നുള്ള സത്യം എനിക്ക് പലപ്പോഴും പല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ വിശ്വാസത്തെ സ്ഥിരീകരിക്കാൻ, അവർക്ക് കൂടുതൽ ശക്തി ലഭിക്കാൻ, അവരുടെ മനസ്സിൽ സന്തോഷം ലഭിക്കാൻ, അവരെ ജാതി മതവർണ്ണം ഒന്നും നോക്കാതെ സർവ്വസ്ഥനായ യേശു ക്രിസ്തുവെ ഞാനങ്ങനെ സ്നേഹിക്കുന്നു ആരാധിക്കുന്ന ഹൃദയത്തിൽ പറയുന്ന ഏതൊരു വ്യക്തിയും കർത്താവ് അവരെ മഹത്വത്തോടെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കും എന്നുള്ള യാഥാർത്ഥ്യ സന്തോഷത്തോടെ നിങ്ങൾ അറിയിക്കുകയാണ്. അതിനായി പ്രിയപ്പെട്ടവരെ, ഏതൊരു ക്രിസ്തുവിനും യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചോ പ്രാർത്ഥിച്ചോ, യേശുവെ അങ്ങയുടെ വരവിൽ എന്നെ അങ്ങയുടെ നിത്യം ചേർക്കണമേ, ഞാൻ ഇന്ന് വരെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും എന്നോട് ക്ഷമിക്കണമേ യേശുവെ, അങ്ങയുടെ നാമത്തിൽ ഞാൻ യാചിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്ന ഏതൊരു ക്രിസ്തുവിനും കർത്താവായ യേശു ക്രിസ്തു നിത്യജീവനും നിത്യരക്ഷയും തരുമെന്ന് ഞാൻ ഇതോടെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാണ്, വാക്ക് തരികയാണ്. കാരണം ഈ വചനത്തിന് അടിസ്ഥാനത്തിലാണ് ജെറമ്യാ പ്രവചനത്തിൽ ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്, കർത്താവ് സകല മർത്യരുടെയും ദൈവമാണ്, എല്ലാ മനുഷ്യരെ ജനിച്ച എല്ലാ വ്യക്തിയുടെയും ദൈവമാണ് യേശു ക്രിസ്തു. കത്തോലിക്ക സഭയ്ക്ക് സ്വന്തമായിട്ട് കൊണ്ടുനടക്കാനുള്ളതോ ബൈബിളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിട്ടുള്ള ദൈവമല്ല, കുദാശയിൽ മാത്രമല്ല യേശു ക്രിസ്തു ഉള്ളത്, സഭയ്ക്കകത്ത് മാത്രമല്ല ക്രിസ്തു ഉള്ളത്, ബൈബിളിൽ മാത്രമല്ല ക്രിസ്തു ഉള്ളത്. യേശു എല്ലാ മനുഷ്യർക്കും, എല്ലാ മനുഷ്യരുടെയും എല്ലാ വസ്തുക്കൾക്കും ഉപരിയാണ്, എല്ലാവരുടെയും ദൈവമാണ്. വിശ്വസിക്കുന്ന ഏതൊരുവനും വ്യക്തമായി യേശുവേ ഞാനെങ്കിൽ വിശ്വസിക്കുന്നു, ഞാനെങ്കിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി നിത്യരക്ഷ കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറം സുഖങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ പശ്ചാത്തലം വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ആഗതമായിരിക്കും. ഈ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഏതൊരു അക്രൈസ്തവനുമായിക്കോട്ടെ, ആ വ്യക്തിക്ക് സർവ്വശക്തനായ ഈശോ നിത്യതയും നിത്യരക്ഷയും നിത്യമഹത്വവും സ്വർഗീയ മഹത്വവും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അനുഗ്രഹവും അതിനുള്ള അവസരവും പശ്ചാത്തലവും ദൈവം ഒരുക്കി തരുമെന്നും അവരെ കർത്താവ് തള്ളിക്കളകില്ലെന്നും ഇതിനാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പറയണം. ആ വചനത്തിൻ്റെ അടിസ്ഥാനമല്ല പറഞ്ഞത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല പറഞ്ഞത്, അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വചനം നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ സ്വന്തമായ അഭിപ്രായത്തിൽ പറഞ്ഞെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, ഇങ്ങനെ ചിന്തിക്കും, ഞാനാണോ ഇവരെല്ലാം കയറ്റി സ്വർഗത്തിലേക്ക് വിടുന്നത്, അതിനുള്ള പെർമിഷൻ എനിക്കുണ്ടോ? ഈ ഭദ്രനാണോ അതിനുള്ള പെർമിഷൻ ഉള്ളത്? അങ്ങനെയാണ് പന്തക്കോസ്തുകാരൊക്കെ സ്വീകരിക്കുന്നുണ്ടല്ലോ, അവരെ അതിനെ വെള്ളത്തിൽ മുക്കുന്നു, എടുക്കുന്നു, കത്തോലിക്ക സഭയിലെ മാമസം സ്വീകരിച്ച് സഭയിലെ അംഗത്വമാക്കുന്നു. അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ചെയ്യാനുള്ള അധികാരം സഭയ്ക്കല്ലേ ഉള്ളൂ. അങ്ങനെ സഭയിലൂടെ മാത്രമല്ലേ രക്ഷയുള്ളൂ? അല്ല. അതുകൊണ്ടാണ് എന്നെ വിശ്വസിക്കുന്ന നിത്യവനുണ്ട്, ആർക്കും വിശ്വസിക്കാം. എന്നെയും എൻ്റെ പിതാവിനെ അറിയുക എന്നാണ് നിത്യവൻ. ആർക്കും യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ, യേശുവിനെ അറിഞ്ഞാൽ പിതാവ് ദൈവത്തെ അറിയാൻ ബുദ്ധിമുട്ടില്ല. എൻ്റെ ശരീരം ഭക്ഷ്യമാനം ചെയ്ത് നിത്യവനുണ്ട്. അതാരെന്നും ഒരു കണക്ക്, ആ ശരീരം ഭക്ഷ്യമാനം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ സഭയിൽ, കത്തോലിക്ക സഭയിലേക്ക് മാംസം സ്വീകരിച്ച് ഞങ്ങളുടെ സഭയിലേക്ക് അംഗത്വം സ്വീകരിച്ച് വരിക, ക്രിസ്ത്യാനി ആയിട്ട് വരിക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തവർ, പുറത്ത് പറയാൻ പറ്റില്ല, നിഗൂഢമായിട്ട് സൂക്ഷിക്കുന്നവർക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കുക, യേശുവിനെ ആരാധിക്കുക. അതിനെപ്പറ്റി സഹോദരങ്ങളെ, നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇതിനകത്ത് കഴിഞ്ഞ ഇന്നലെ ഇട്ട ക്ലാസ്സിനകത്ത് കുറച്ച് കമൻസുകൾ, കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം നിങ്ങൾക്ക് അതിൻ്റെ മറുപടി തരാൻ പറ്റുന്നവർ തരുന്നതാണ്. അതുവരെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ നമ്മെ ഓരോരുത്തരല്ല എല്ലാവരും, നമ്മെ ഓരോരുത്തരെയും പറയാൻ പ്രിയപ്പെട്ടവരെ, എല്ലാ ഭൂമിയിൽ ജീവിച്ച എല്ലാ മനുഷ്യരെയും യേശുവിന് വേണ്ടി തൻ്റെ ജീവനും ജീവിതവും സമർപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യനുണ്ടെന്ന അവകാശം തെളിയിച്ചുകൊണ്ട് നിങ്ങൾ സമർത്ഥമായിരിക്കും പ്രാർത്ഥിക്കുന്നു. ആമേൻ.